ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പത്തരമാറ്റിൻ്റെ നയന ആദർശിൻ്റെ പുതിയൊരു ഭാഗമാണ്. നമ്മുടെ അനിയും പിന്നെ നന്ദുവും കൂടെ റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണുന്നുണ്ട്. നന്ദുവിനെ കാണുന്നതിനാണ് അനി അവിടേക്ക് എത്തിയത്. അന്നേരം നന്ദു വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നന്ദുവിനെ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ അനാമിക അവിടെ എത്തുകയും അനാമികയ്ക്കൊപ്പം ഒരു ജ്യൂസ് കഴിക്കാനുള്ള സമയം അനി അങ്ങോട്ട് പോവുകയും ചെയ്തു. എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു ഫ്രണ്ട് വരും കാണണമെന്ന് പറഞ്ഞാണ് അനാമികയുടെ അടുത്തുനിന്ന് നന്ദുവിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ അന്നേരം അനാമികയ്ക്കൊരു ഡൗട്ടുണ്ട്, ഇത് ഏത് ഫ്രണ്ടാണെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ച് അനാമിക അനിയുടെ പുറകിലേക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ നന്ദു അനിയും കൂടെ സംസാരിക്കുന്നത് അനാമിക കാണുന്നുണ്ട്. അങ്ങനെ നന്ദുവിനോട് പറയുന്നുണ്ട്, എനിക്ക് കല്യാണത്തിന് സമ്മതമല്ലടോ, താനൊരു കാര്യം തൻ്റെ ചേച്ചിമാർക്കൊപ്പം അനന്തപുരി തറവാട്ടിൽ ഒരു അനിയത്തിയായി വരാൻ തനിക്ക് താല്പര്യമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, അനി എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല, ഞാൻ അനിയെ വിളിച്ചോളാം, ഇങ്ങനെയൊന്നും പറയുന്നത് തെറ്റാണ്. മാത്രമല്ല അനിയുടെ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിക്ക് വളരെ വിഷമാവും. ഇപ്പം തന്നെ നോക്കിയേ, അനി ഇപ്പോൾ എന്നെ കാണണം എന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ തന്നെ അനാമിക ഇവിടെ എത്തിയത്. അപ്പോൾ അവൾക്ക് അനിയോടുള്ള മാനസികമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ആണ് എന്നൊക്കെ നമ്മുടെ നന്ദു അനിയെ പറഞ്ഞ് തിരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അനി അത് നേരെയാകുന്നില്ല. അനി പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ മനസ്സിൽ താനാണ്, അപ്പോൾ താന് ഈ കല്യാണം നടക്കണ്ടെന്നാണ് എൻ്റെ ആഗ്രഹം, അതുകൊണ്ട് താൻ്റെ മറുപടി എനിക്ക് വേണമെന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ എന്തായാലും മറുപടി തരാൻ കഴിയില്ല, ഞാൻ അനിയെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അവർ പിരിയുന്നുണ്ട്. അപ്പം നമ്മുടെ അനാമിക എന്തുപറ്റും, അനാമിക നേരെ ചെന്ന് അനന്തപുരി തറവാട്ടിലേക്ക് പോവുകയാണ്. അനാമിക ചെന്ന് സെക്യൂരിറ്റിയോട് ചോദിക്കുന്നുണ്ട്, മൂർത്തി മുത്തശ്ശനുണ്ടോ? എന്നാൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ, ദേഷ്യത്തിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കനകദുർഗ കാണുകയാണ്. അപ്പോൾ കനകദുർഗ, അയ്യോ അനാമികയല്ലേ എന്ന് കരുതി അവൾ വരുന്ന ആ വഴിയിലേക്ക് ഓടുകയാണ്. എന്താ മോളെ നിൽക്കുമ്പോൾ, ഞാൻ നിങ്ങളെല്ലാവരെയും കാണാൻ വന്നതാന്ന് പറഞ്ഞ്, അപ്പം നിങ്ങൾ എന്താ ഈ നിങ്ങളെ എന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ, എന്താ ഇങ്ങനെ നന്ദുവും അനിയും തമ്മിൽ കാണരുതെന്ന്, ഇപ്പോൾ ഇത് റെസ്റ്റോറൻറ്റിൽ വെച്ച് എനിക്കൊപ്പം ഇരുന്ന് അവന് അത്ര ഇഷ്ടക്കേട്, അതായത് എന്നോട് ഇരിക്കാനുള്ളൊരു താല്പര്യമില്ല, അപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മകളായിരിക്കും വരുന്നതെന്ന്. നോക്കിയപ്പോൾ തന്നെ എന്നൊക്കെ പറഞ്ഞ്, ഞാൻ എന്തായാലും എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലാതെ ഞാൻ അറിയിക്കാൻ പോവുകയാണ് മൂർത്തി മുത്തശ്ശനോട്, ഇവിടെയുള്ള എല്ലാവരോടും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കനക പറയുന്നുണ്ട്, അയ്യോ അരുത് മോളെ, അതൊന്നും പാടില്ല, ഞാൻ എന്തായാലും എൻ്റെ മോൾ അങ്ങനെയല്ല മോളെ, വേറെ എന്തെങ്കിലും കാരണത്താലായിരിക്കും ചിലപ്പോൾ അവനെ കണ്ടതെന്ന്, അല്ല നിങ്ങൾ എന്ത് കാരണത്താലായാലും നന്ദു അനിയെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, മോൾ ഇത്തവണത്തേക്ക് കൂടെ ഒന്ന് ക്ഷമിക്കുക, എന്തായാലും കല്യാണത്തിനൊന്നും വേറൊരു കുഴപ്പവും വരത്തില്ല, മോൾ ധൈര്യമായിട്ട് പോകുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കനക അനാമികയെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അനാമിക പറയണം, ഇനി ഒരിക്കൽ കൂടെ ഉണ്ടായി ഞാൻ എന്തായാലും ഇവിടെ വന്നിരിക്കുമെന്നൊക്കെ പറഞ്ഞ് അനാമിക തിരിച്ചു പോകുന്നുണ്ട്. അന്നേരം കനക നേരെ അകത്തേക്ക്, ഇവർ തമ്മിൽ സംസാരിക്കുന്നത് നമ്മുടെ നയന മുകളിൽ നിന്ന് കാണുന്നുണ്ട്. ഈ അനാമികയല്ലേ എന്തിനാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴത്തേക്ക് നയന താഴെ വരുമ്പോൾ അനാമിക പോകും. അപ്പോൾ കനകയോട് ചോദിക്കും, കനക പറയും, അയ്യോ അത് മോളെ, അനാമിക വെറുതെ ഒന്ന് വന്നത്, ആ മുത്തശ്ശനെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്, മാത്രമല്ല അനാമിക അനി അവളോട് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല എന്നുള്ള പരാതി പറയാൻ വന്നത്, ഞാൻ അതൊക്കെ പറഞ്ഞ് നേരെയാക്കി വിട്ടിട്ടുണ്ടെന്നൊക്കെ കള്ളത്തരം നമ്മുടെ കനക പറയുന്നുണ്ട്. അന്നേരം കനകയുടെ ഈ വാക്കുകളൊക്കെ ഒരുവിധം വലിയ വിശ്വാസത്തോടെയൊന്നും അല്ല നമ്മുടെ നയന കേട്ടത്. അതിനുശേഷം കനക നേരെ നമ്മുടെ ഗോവിന്ദനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയണം, ഗോവിന്ദൻ്റെ ഇന്ന് നന്ദു അനിയെ കണ്ടിരുന്നു, അനാമിക ഇവിടെ വന്ന കാര്യങ്ങളും എല്ലാം പറയണം. ആഹാ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ ഇത് കേൾക്കുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, നീ എന്തായാലും ഫോൺ വെച്ചേക്ക്, നന്ദു വന്നിട്ടുണ്ട്, ഞാൻ ചോദിക്കട്ടെ എന്ന്. അങ്ങനെ ഫോൺ വെച്ചിട്ട് നന്ദു വരുമ്പോൾ ചോദിക്കുമ്പോൾ, നീ ഏത് ഫ്രണ്ടിനെ കാണാൻ പോയെന്ന് ചോദിക്കുമ്പോൾ, അതെൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയാണ് അച്ഛാന്ന് പറയും. ഇല്ല, നീ ഏത് ഫ്രണ്ടാണെന്ന് എനിക്ക് അറിയണമെന്ന് പറയുമ്പോൾ പറയും, അത് രാകേഷ് ആണെന്ന്. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, അനന്തപുരിയിൽ എനിക്കെന്ന രാകേഷ് എന്നും കൊണ്ടൊരു പേര് കിട്ടിയെന്ന്. അപ്പം നമ്മുടെ നന്ദു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നന്ദുവിന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ നന്ദുവിന് ഒത്തിരിയൊക്കെ ശകാരിക്കുന്നുണ്ട് നമ്മുടെ ഗോവിന്ദൻ. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ 2 മക്കൾ അവിടെ കയറിയിട്ട് ഇതുവരെ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, നമ്മളാരും പ്രതീക്ഷിക്കാതെയാണ് അവരവിടുത്തെ മരുമക്കളായത്, അവർക്ക് വേണ്ട, പക്ഷേ ഇപ്പോഴെങ്കിലും അവിടെ നല്ലൊരു മരുമകൾ വന്ന് അവരുടെ നിലയ്ക്കും വിലയ്ക്കും ഒത്തൊരാൾ തന്നെ ആവണം എന്നൊക്കെ നമ്മുടെ ഗോവിന്ദൻ നന്ദുവിനോട് പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എന്തായാലും പുറത്തേക്ക് ഇറങ്ങണ്ട, നീ ഈ വീട്ടിനകത്ത് ഈ റൂമിനകത്ത് നിന്നെ ഞാൻ അടച്ചിടാൻ പോകാമെന്ന് പറഞ്ഞ് നന്ദുവിനെ വലിച്ചയച്ച് നേരെ റൂമിലേക്ക് കൊണ്ട് തള്ളുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ ഇവിടെ കിടന്നു, നിനക്കുള്ള ആഹാരം എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നേക്കാം എന്ന് പറഞ്ഞ് ഗോവിന്ദൻ അടച്ചിട്ട് പോവുകയാണ്. നന്ദു വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മുടെ കനകദുർഗ നേരെ അനിയെ ചെന്ന് കാണുകയാണ്. എന്നിട്ട് പറയണം, മോനെ, എന്താ മോനെ ഈ കാണിക്കുന്നത്, മോനോട് ഞാൻ പറഞ്ഞതില്ല എൻ്റെ മോളെ കാണരുതെന്ന്, അതെന്താ ആൻറ്റി എന്നൊക്കെ ചോദിക്കുമ്പം പറയുന്നുണ്ട്, അതെന്താ ആൻറ്റി എങ്ങനെ അറിഞ്ഞത്, അതൊക്കെ ഞാൻ അറിഞ്ഞു, ആൻറ്റി എങ്ങനെ അറിഞ്ഞു എന്ന് ആദ്യം പറ. അപ്പം അനാമികയാണോ എന്ന് ചോദിക്കുമ്പോൾ, അതേ മോനെ അനാമിക ഇവിടെ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കനകദുർഗ അനാമിക വന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ അനിയെ അറിയിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഞാൻ കണ്ടതുകൊണ്ട് ഭാഗ്യം, മറ്റാരെങ്കിലും കണ്ടെങ്കിലോ, ഇപ്പോൾ ആകെ പ്രശ്നമായി, കല്യാണമൊക്കെ പിരിന്നു പോയേനെ എന്നൊക്കെ പറയുമ്പോൾ പറയും, അതിനെന്താ, എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല, കല്യാണം പോകട്ടെ, അവൾ അങ്ങനെ വിട്ടാൽ കൊള്ളത്തില്ലല്ലോ, അവൾ എന്തിനാണ് ഇവിടെ കയറി വന്നത് എന്നൊക്കെ പറഞ്ഞ്
നമ്മുടെ അനി ദേഷ്യപ്പെടുന്നുണ്ട്. അവളെ വിളിച്ച് ചോദിച്ചിട്ട് എന്നെ കാര്യമെന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട്, അരുത് മോനെ, അത് മാത്രം നീ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അവൾ അവളുടെ വീട്ടിൽ പറഞ്ഞ് അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഇവിടെ വന്ന് എല്ലാവരെയും അറിയിക്കും. അതെന്തായാലും അത് വേണ്ട മോനെ എന്നൊക്കെ പറയും. നമ്മുടെ നയന ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നയനയും കൂടി ഇത് അറിഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ നയന വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അനി പറയുന്നുണ്ട് ഏട്ടത്തി വരുന്നുണ്ടെന്ന്. അപ്പോൾ അന്നേരം അവരെ സംസാരം അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഈ നേരെ വരുമ്പോൾ എന്താ ഇവിടെ ഒരു സംസാരം അമ്മയും അനിയായിട്ട്? ഒന്നുമില്ല മോളെ, ഞാൻ ഈ കല്യാണ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു എന്ന് പറയും. അപ്പോൾ നന്ദുല്ല നമ്മുടെ അനി പറയുന്നുണ്ട്, അനാമികയ്ക്ക് എന്തോ ഒരു കുഴപ്പം പോലെ എന്നൊക്കെ ഇങ്ങനെ അനി സംസാരിക്കുമ്പോൾ നമ്മുടെ കനക പറയുന്നുണ്ട്, അത് അനാമികയ്ക്ക് പിന്നെ അനാമിക വന്ന കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ അനിയോട്. അവൾക്ക് അതായത് എനിക്ക് വലിയ താല്പര്യം അവളോടില്ല എന്നൊക്കെ എന്നോട് പരാതി പറഞ്ഞെന്ന്. അപ്പോൾ പറയും അതെന്താ അനി അങ്ങനെ? അപ്പോൾ പറയും എനിക്ക് ആ കല്യാണത്തിന് താല്പര്യമില്ല, അവളല്ല എൻ്റെ കല്യാണത്തിന് എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടക്കേടാണ് എന്നൊക്കെ പറഞ്ഞ് അനി അങ്ങ് പെട്ടെന്ന് അങ്ങ് പോവും. അപ്പോഴത്തേക്കും നമ്മുടെ നയനയ്ക്ക് ഭയങ്കര ഡൗട്ട്, അമ്മ എന്താ നിങ്ങൾ ഞാൻ വന്നപ്പോൾ നിർത്തി കളഞ്ഞത്, എന്താ സംസാരിച്ചത്? ഈ മോളെ ഇതൊക്കെയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് അറിയാമോ അനിയുടെ മനസ്സിലിരിക്കുന്നത് ആരാണെന്ന്? ഓ എനിക്കറിയത്തില്ല മോളെ എന്നൊക്കെ നമ്മുടെ കനക പറയുന്നുണ്ട്. അമ്മയ്ക്ക് അറിയാമെങ്കിൽ മോളോട് പറയാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും നമ്മുടെ നയനയ്ക്ക് ഭയങ്കര ഡൗട്ടാണ്. എന്നിട്ട് ഇങ്ങനെ അനിയും പോയി, ഇങ്ങനെ കനകദുർഗ പെട്ടെന്ന് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മുടെ നയന ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ ഇതിനിടയിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ നയന ചിന്തിക്കുകയാണ്. എല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കുമ്പോൾ ആകെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നതാണ് അടുത്ത നമ്മുടെ ഭാഗം എന്ന് പറയുന്നത്, നയന ആദർശ ഭാഗം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് തരണം, കമൻറ്റ് തരണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.